അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം വിശേഷിച്ച് ആർക്കെല്ലാം നിമിത്തമായുള്ള ഭോഗാണോ അവരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഇന്ന് വിശേഷിച്ച് ആരാണോ മറ്റൊരു സേവനത്തിന് അഥവാ വിശ്വസേവനത്തിന് വേണ്ടി നിമിത്തമായിരിക്കുന്ന ആദിരത്നങ്ങൾ അവർക്ക് വേണ്ടിയും ഭോഗ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് ബാബയോട് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞപ്പോൾ ബാബ എല്ലാ ആദിരത്നങ്ങളെയും വചനത്തിൽ എമർജ് ചെയ്തു. എല്ലാ ദാദിമാരുടെയും മുഖം സംഗമയുഗത്തിലെ മുഖം ഏതൊന്നായിരുന്നുവോ അത് കാണപ്പെട്ടു. എല്ലാവരും ബാബയുടെ സമീപത്തായിരുന്നു. മാമ്മയെയും ഇന്ന് ബാബ വചനത്തിൽ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് മറ്റൊരു സേവനത്തിന് വേണ്ടി നിമിത്തമായി പോയ ആദിരത്നങ്ങൾ അവരെ ബാബ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിശേഷ ദിവസം വരുമ്പോൾ ബാബ തൻ്റെ കുട്ടികളെയും അഡ്വാൻസ് പാർട്ടിയിലെ കുട്ടികളെയും വിശേഷിച്ച് ഓർമ്മിക്കുകയും എമർജ് ചെയ്യുകയും ചെയ്യുന്നു. ബാബ പറഞ്ഞു, ലോകത്തുള്ളവരും വിശേഷിച്ച് ഈ 15 ദിവസം തങ്ങളുടെ വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിമിത്തമായി എന്തെങ്കിലും ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. പിതൃക്കളെ കഴിപ്പിക്കുന്നു, പണ്ഡിതരെ കഴിപ്പിക്കുന്നു, ദാനം നൽകുന്നു. ബാബു പറഞ്ഞു, അതാണെങ്കിൽ സ്ഥൂല ധന വസ്തുക്കളുടെ ദാനമാണ്. എന്നാൽ ഇന്ന് ബാബ തൻ്റെ കുട്ടികളെ ആദിരത്നങ്ങൾ ആയവരെ എമർജ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദാദിമാരും ദാദാമാരും മുതിർന്ന സഹോദരന്മാരും ഉണ്ടായിരുന്നു. ബാബ പറഞ്ഞു, വിശേഷിച്ച് നിങ്ങളെല്ലാവരെയും ബാബ എമർജ് ചെയ്തിരിക്കുകയാണ്. ബാബ നിങ്ങളേവരെയും ഭോഗ് തീർച്ചയായും കഴിപ്പിക്കും. കാരണം നിങ്ങൾക്കേവർക്കും നിമിത്തമായി അഥവാ ആദിരത്നങ്ങൾക്ക് നിമിത്തമായി ഭോഗ് വന്നിരിക്കുകയാണ്. എന്നാൽ നിങ്ങളേവരും ഭോഗ് കഴിച്ച ശേഷം എല്ലാവർക്കും എന്തു നൽകും? ലോകത്തിൽ ആരെയാണോ വിളിക്കുന്നത് അവർ നൽകുന്നു. എന്നാൽ ബാബ പറഞ്ഞു, ഇന്ന് ബാബ ആദിരത്നങ്ങളോട് മുഴുവൻ വിശ്വത്തിനു വേണ്ടിയും മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും താങ്കൾ എന്തു നൽകും? മുതിർന്ന ദാദിമാർ ഉണ്ടായിരുന്നു, ബഡി ദാദി ഉണ്ടായിരുന്നു, ജാനകി ദാദി ഉണ്ടായിരുന്നു, ഗുൽസാർ ദാദി, ശാന്തമണി ദാദി, മനോഹർ ദാദി, എല്ലാ ദാദിമാരെയും ബാബ എമർജ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ബാബ ആദ്യം ഭോഗ് കാണിച്ചു തരൂ, ഭോഗ് കഴിപ്പിക്കൂ, പിന്നീട് എന്താണ് നൽകുക എന്നത് നമ്മൾ തീർച്ചയായും നൽകിയ ശേഷമേ പോവുകയുള്ളൂ. അപ്പോൾ ഉടൻ ബാബ ഭോഗിൻ്റെ താലങ്ങൾ തുറന്നു എല്ലാവരെയും കാണിച്ചു. അപ്പോൾ എല്ലാവരും ഭോഗിൻ്റെ താലങ്ങൾ കണ്ട് എല്ലാവരും സന്തോഷിച്ചു. കാരണം മധുബൻ്റെ, ശാന്തിവനത്തിൻ്റെ, പാണ്ഡവ് ഭവൻ്റെ, ഗ്യാൻ സരോവറിൻ്റെ, മറ്റ് സെൻറ്ററുകളുടെ എല്ലാം താലങ്ങൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, വിശേഷിച്ച് ആർക്ക് നിമിത്തമായാണോ ഭോഗ് വരുന്നത് അപ്പോൾ ബാബ നിങ്ങളേവരെയും ക്ഷണം നൽകി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തോന്നി, എല്ലാവരും ഇത് കണ്ട് ബാബയുടെ അത്രയും സമീപത്തേക്ക് വരാൻ തുടങ്ങി. ബാബ എല്ലാവർക്കും ഓരോരോ ടോളിയും ഓരോരോ പാത്രവും തുറന്ന് കഴിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ ഇത്രമാത്രം സന്തോഷിക്കുകയായിരുന്നു. അവർക്ക് അത്രയും തന്നെ ബാബയെ പ്രതിയുള്ള സ്നേഹവും യജ്ഞത്തെ പ്രതിയുള്ള സ്നേഹവും വരുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടികളെ നോക്കൂ, നിങ്ങൾ സ്വീകരിച്ച ശേഷം പോകും. എന്നാൽ എല്ലാവർക്കും തീർച്ചയായും എന്തെങ്കിലും ദാനം നൽകിയ ശേഷം വേണം പോകുവാൻ. ബാബ എല്ലാവരെയും ഓരോരോ പീസിൻ്റെ രൂപത്തിൽ കഴിപ്പിച്ചു. ബാബ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാവരും താഴെ ഉള്ളവർക്ക് വേണ്ടി
വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് നൽകും? അപ്പോൾ ഇങ്ങനെ തോന്നി. ബാബ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ചിന്തിക്കുവാൻ തുടങ്ങി. പിന്നെ ഉടൻ കണ്ടത് ഇതാണ്. ഓരോരോ ദാദിമാരും വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ശാന്തി എന്ന വാക്ക് കേൾപ്പിക്കുകയായിരുന്നു. ചിലർ ശക്തിശാലി ആകുന്നതിനുള്ള ദാനം നൽകിക്കൊണ്ടിരുന്നു. ചിലർ ബലവാൻ ആകുന്നതിൻ്റെതും, ചിലർ ധൈര്യവാൻ ആകുന്നതിൻ്റെയും, ചിലർ ഉന്മേഷവും ഉത്സാഹവും നേടിക്കൊടുക്കുന്നതിൻ്റെയും, ഇങ്ങനെ വളരെയധികം ശക്തികൾ വതനത്തിൽ എമർജ് ആവുകയായിരുന്നു. അപ്പോൾ ബാബ അവരോടായി പറഞ്ഞു, നോക്കൂ കുട്ടികളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സ്ഥാനത്ത് ആയിരുന്നാലും ബാബ സൂക്ഷ്മത്തിൽ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് വിശ്വമംഗളത്തിൻ്റെ സേവനത്തിന് നിമിത്തമായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വിശ്വത്തിലെ ആത്മാക്കൾക്ക് വിശേഷ രൂപത്തിൽ ശക്തികളുടെയും ഗുണങ്ങളുടെയും ധൈര്യത്തിൻ്റെയും ധീരതയുടെയും ബലം എല്ലാവർക്കും നൽകണം. ധൈര്യം വർദ്ധിപ്പിക്കണം. ധൈര്യം നഷ്ടപ്പെടാതിരിക്കണം. ബാബ അവരെയുമെല്ലാം വളരെയധികം പ്രേരിപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബ പറഞ്ഞു, സാകാര വതനത്തിലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ എല്ലാവരും അവരവരുടെ ശക്തി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. വിശേഷ സേവനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഫറൻസും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ബാബ ഇപ്പോൾ വതനത്തിലിരുന്ന് ഇത് കാണുകയാണ്. വരാൻ പോകുന്ന സമയത്ത് കുട്ടികളായ നിങ്ങൾ പറയും, ഇപ്പോൾ ഈ സ്ഥാനം ചെറുതാണ്, സ്ഥലമില്ല, സ്വീകാര്യത നൽകുകയില്ല എന്ന്. എന്നാൽ വരാൻ പോകുന്ന സമയത്ത് ഏത് ആത്മാക്കളായാലും എങ്ങനെയുള്ള ആത്മാക്കൾ ആയാലും അവർ ഓടി ഓടി ബാബയുടെ വീട്ടിൽ എത്തിച്ചേരും. ബാബ ആ ദൃശ്യവും തൻ്റെ മുന്നിൽ എമർജ് ചെയ്ത് കാണുന്നു. ബാബ ഇന്ന് വതനത്തിൽ എല്ലാവരെയും, ജഗദീഷ് ഭായി, രമേശ് ഭായി എല്ലാവരും ഉണ്ടായിരുന്നു. ബാബ എല്ലാവരെയും എമർജ് ചെയ്തുകൊണ്ട് ഭോഗ് സ്വീകരിപ്പിച്ചു. താഴെയുള്ള സാകാര വതനവാസികളായ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ഞാൻ കന്യകമാരുടെയും സ്നേഹസ്മരണകൾ നൽകി. ബാബ അവർക്കും സ്നേഹസ്മരണകൾ നൽകി. പിന്നെ എല്ലാവരെയും പ്രതിയുള്ള ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.